ആചാരങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും സയന്റിഫിക്കലി ലോജിക്കലി ആൻഡ് റാഷണലി അണ്ടർസ്റ്റാൻഡബിൾ നോളജിലേക്ക് നമ്മുടെ കൾച്ചറിനെ കൊണ്ടുപോകണം. സോ എലിവേറ്റിംഗ് ദ മൈൻഡ്, എലിവേറ്റിംഗ് ദ ഹെൽത്ത് ഓഫ് ദ ബോഡി, elevating the strength of family relation, similarly elevating and enlightening our culture, strengthening our social bondage and national integration. Good culture, good social bondage and good nation or national integration. നിങ്ങൾ ഭാവിയിൽ എവിടെയെങ്കിലും ചെന്നൊരു പ്രസംഗ മത്സരം നടത്തുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറേ വ്യക്തികളുണ്ട് 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും ഏത് വിഷയം വേണമെങ്കിലും ഈ 6 വാക്കുകൾക്കകത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. So any subject can be brought under these 6 words: മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. ഈ 6 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന നോളജിനെ പറയുന്ന പേരാണ് വാല്യൂ ബേസ്ഡ് നോളജ്. സോ ദ വാല്യൂ ബേസ്ഡ് നോളജ്, ദ മോറൽ വാല്യൂസ്, ദ എത്തിക്കൽ വാല്യൂസ്, these are all the values in our education which should, which will fetch benefits for your mind, body, family, culture, society, nation. അതിനെയാണ് നമ്മൾ ശരിക്കും വാല്യൂസ് എന്ന് പറയാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ we have to put the target of becoming great and becoming good. ഗ്രേറ്റ് ആവണമെങ്കിൽ ആദ്യം നമ്മളുടെ മനസ്സ് ഒന്ന് മാറണം. ഞാനിങ്ങനെ പ്രിൻസിപ്പാളോട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞത്, ഇപ്പൊ കുറേ കുട്ടികൾ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ്. ക്വസ്റ്റ്യനിങ് ഈസ് ഗുഡ്, ബട്ട് ഡിസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യനിങ് ഈസ് ബാഡ്. സപ്പോസ് somebody is giving you a direction, a guidance, a blessing, a motivating മെസ്സേജ്, എൻകറേജ്മെന്റ്, അതെല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. നമ്മളുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുമായിട്ട് നല്ല റിലേഷനിൽ പോകണം. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. വാട്ട് യു ആർ ലേണിംഗ് ഇൻ ദ സ്കൂൾ, വാട്ട് യു ആർ ലേണിംഗ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് is only one small part of the knowledge needed for your life. ശരിക്കും ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയപ്പോൾ കൂട്ടത്തിൽ വേറൊരു പുസ്തകം കൂടി എഴുതിയിരുന്നു, ചാണക്യ നീതിസാരം എന്നൊരു പുസ്തകം. ആ നീതിസാരം എന്ന പുസ്തകത്തിൽ എന്താ പറയുന്നത് അറിയോ? 1/4 of the knowledge from the teacher, ആചാര്യാത് പാദമാദത്തെ. 1/4 of the knowledge from the teacher, padam shishyaswamedhaya. 2/4 of knowledge by the student himself or herself. 1/4 of the knowledge from the teacher, 2/4 of the knowledge by the student, 3/4 by discussing with others. Padam സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് നോളജ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ലിവിംഗ്. സോ റിമെമ്പർ, 6 വാക്കുകൾ ഞാൻ പറഞ്ഞതൊന്ന് നിങ്ങൾ പറയൂ. കുറച്ച് മുമ്പ് പറഞ്ഞ 6 വാക്കുകൾ: മൈൻഡ്, ബോഡി, എക്സലന്റ്, വെരി ഗുഡ്, കൾച്ചർ, സൊസൈറ്റി, excel. What should be the ultimate target of our life? Becoming great and good. Great in your, great in what? Profession, in your modern knowledge. Good in
in values, good in values. So remember that 1/4 of the knowledge we will be getting from the second quarter by yourself, third quarter by discussing with others, and the last quarter during the process of living. അപ്പം നമ്മൾ ജീവിതത്തിൽ 4 വാക്കുകൾ 1/4 from teacher, second quarter from yourself, third quarter from your colleagues and friends, last quarter during the process of living. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാല്യൂ ബേസ്ഡ് നോളജ് ആണെങ്കിലും മോഡേൺ നോളജ് ആണെങ്കിലും whatever we get, those acquiring the knowledge is through listening, watching, discussing, thinking, and then practicing. Can you repeat it? Listening, watching, discussing, thinking, and then reverse പറയുന്ന practicing, thinking, discussing, listening, watching and listening. അപ്പോൾ ഈ ലോകത്തിലെ ഏത് അറിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിലും ഈ 4 വഴിയിലൂടെ ഉള്ളൂ. ഒന്ന് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. ആ കിട്ടിയതിലെ നല്ലതെടുത്ത് നമ്മൾ ജീവിതത്തിൽ പകർത്താം. ഹൗ ലോങ് യു ആർ ലിവിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്, ഹൗ യു ആർ ലിവിങ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ റോയിലെ ലാസ്റ്റ് സ്റ്റുഡൻറ്റിനോടൊന്ന് നേരെ ഇരിക്കാൻ പറയൂ. What is happening to you? You are not doing well. കുറേ നേരമായല്ലോ അങ്ങനെ ചാരി കിടക്കുന്നു. So coming back to our thing, whatever may be the subject that we are learning, it's very important to see that one, whatever process of acquiring knowledge, we have to do addition, deletion, modification and correction. 4 വാക്കുകൾ. ഇതിന് മുമ്പ് പറഞ്ഞ 5 വാക്കുകൾ ഏതൊക്കെയാണ്? ലിസണിങ്, ഈ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. സോ വാട്ട് എവർ മേ ബി ദ നോളജ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്, അത് നിരന്തരം ആഡ് ചെയ്യണം. ഈ ലോകത്തിൽ പുസ്തകത്തിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ സ്കൂളിൽ നിന്നോ മാത്രമായിരിക്കില്ല നമുക്ക് എല്ലാ അറിവും കിട്ടുക. നമുക്ക് പല പല സോഴ്സിലൂടെ കിട്ടുന്ന അറിവുകൾ നിരന്തരം ആഡ് ചെയ്യണം. സോ ദാറ്റ് യു വിൽ ബിക്കം ഗ്രേറ്റ് ആൻഡ് ഗുഡ്. The knowledge on the modern subject will make you great. The knowledge on the value-based subject will be making you good. So your ultimate aim in the life is to become great and good. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് taking the mind, body, family, culture, society, nation from bad to good, from darkness to, and from a tensionful life to tensionless life. How long you are living and how you are living, ഈ 2 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ലോങ് യു ആർ ലിവിങ്, എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. ഹൗ യു ആർ ലിവിങ്, എങ്ങനെ ജീവിക്കുന്നു എന്നൊരു ചോദ്യം. എത്ര കാലം ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിൽ ആൻസർ പറയാൻ സാധിക്കും. We can give the answer very simple way in numerical value. If I am asking you a question, how long you will live, എന്താണ് ആൻസർ? Maybe 80-85 years. How long you lived എന്ന ചോദ്യത്തിന് എന്താ ആൻസർ? I lived about 16 or 17 or 18 years. നമ്പറിൽ ഉത്തരം പറയാൻ സാധിക്കും. അതേ സമയത്ത് ഹൗ ആർ യു ലിവിങ് ഓർ ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം പറയാ? ഹൗ യു ആർ ലിവിങ് ഓർ ഹൗ ആർ യു ലിവിങ് എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം?
സാധാരണഗതിയിൽ ആരും പറഞ്ഞു കൊടുക്കാറില്ല, ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. ടു യു ഐ വുഡ് ലൈക്ക് ടു സേ, ഇഫ് സച്ച് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ടു യു, നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ, ഹൗ ആർ യു ലിവിങ്, ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം, ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ലൈഫ്. 4 വാക്കുകളാണ് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവേണ്ടത്. ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ. റിവേഴ്സിൽ പറയൂ, മീനിങ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ, യൂസ്. എക്സലന്റ്, വെരി ഗുഡ്. അപ്പോൾ ഈ 4 കാര്യം, അതാണ് നമ്മളുടെ ജീവിതം. യൂസ്ഫുൾ ഫോർ ഹും? മൈ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ മൈ മൈൻഡ്. എൻ്റെ മനസ്സിന് എൻ്റെ ജീവിതം കൊണ്ട് സന്തോഷം ഉണ്ടാവണം. എൻ്റെ മനസ്സിന് എൻ്റെ ജീവിതം കൊണ്ടൊരു സന്തോഷം ഉണ്ടാവണം. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ മനസ്സിന് സന്തോഷം ഇല്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? എൻ്റെ ജീവിതം എൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കണം. എൻ്റെ ജീവിതം എൻ്റെ വീട്ടിലുള്ളവർക്ക് യൂസ്ഫുൾ ആവണം. എൻ്റെ ജീവിതം എൻ്റെ സംസ്കാരത്തിലുള്ളവർക്ക് യൂസ്ഫുൾ ആവണം. എൻ്റെ ജീവിതം എൻ്റെ സമൂഹത്തിലുള്ളവർക്ക് യൂസ്ഫുൾ ആവണം. എൻ്റെ ജീവിതം എൻ്റെ രാഷ്ട്രത്തിന് യൂസ്ഫുൾ ആവണം. സോ മൈ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ മൈസെൽഫ്, മൈ ഫാമിലി, മൈ കൾച്ചർ, മൈ സൊസൈറ്റി ആൻഡ് മൈ നേഷൻ. ഇപ്പൊ യൂസ്ഫുൾ എന്ന വാക്കിന് മൈ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ മൈ മൈൻഡ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കണം. സന്തോഷമുള്ളൊരു ജീവിതം, വെല്ലുവിളിക്കുകയും ദേഷ്യപ്പെടുകയും വാശി നിലനിർത്തുകയും ഭയത്തോടുകൂടി ജീവിക്കുകയും അല്ല ജീവിതം. ശാന്തിയും സമാധാനവും കൊണ്ട് നമ്മുടെ മനസ്സിൽ വേറെ നെഗറ്റീവുകളൊന്നുമില്ലാതെ, വിത്ത് എ പോസിറ്റീവ് വിഷൻ, എ ഫിയർലെസ് മൈൻഡ്, എ കോൺഫിഡന്റ് മൈൻഡ്, എൻകറേജിങ് മൈൻഡ്, എ പ്ലസന്റ് മൈൻഡ്, എ സ്ട്രോങ് മൈൻഡ്. അതായിരിക്കണം നമ്മുടെ ജീവിതം. ജീവിതത്തിൽ എന്ത് അച്ചീവ്മെന്റ് വേണമെങ്കിലും ഓർമ്മിക്കാനുള്ളത് മനസ്സിന്റെ കപ്പാസിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ 4 വാക്കുകൾ, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ. യൂസ്ഫുൾ ഫോർ ഹും? ഫോർ മൈ മൈൻഡ്, my body, family, my culture, my society, nation. Suppose your mind you could bring up. ശരിക്ക് ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ഉത്തരം പറയാറുണ്ട്. ചിലർ പകുതി സന്തോഷത്തോടുകൂടിയാണ് പറയുക, ചിലർ വളരെയധികം വിരസമായിട്ടാണ് പറയുക. ഒരിക്കല് ഞാൻ പയ്യന്നൂര് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻറ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, ബി.ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എനിക്കാണ് ഫസ്റ്റ് റാങ്ക്. വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്ന് പറഞ്ഞത്, ബി.ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഉടനെ അയാൾ പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ സാറേ, അമ്മ എന്ത് പറയുന്നോ അതനുസരിച്ച് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ആ റാങ്ക് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും അവനവൻ്റെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലൊന്നുമില്ല. So when you are getting first rank for your B.Tech, it's obligatory that you should know what next. If you do not know what next, then how you will be moving forward in your life? So mind should have full courage, decision making capacity, fearlessness, and that mind should take you to any point. What is the reason? You know,
മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. 5 വാക്കുകൾ പറയൂ. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞുള്ളൂ, ബട്ട് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി വെൽ. ഒന്ന് റിവേഴ്സ് പറയൂ. റിവാർഡ്, റിസൾട്ട്, ആക്ഷൻ, തോട്ട്സ്, മൈൻഡ്. വെരി ഗുഡ്. സോ മൈൻഡ് produces thoughts, thoughts produce action, action gives you result, result is ending in reward. അർത്ഥം മനസ്സിലായി? അപ്പൊ മൈൻഡിന്റെ കൂട്ടത്തിൽ ഗുഡ് ചേർത്താൽ എന്ത് സംഭവിക്കും? ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ്, ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ്, ഗുഡ് തോട്ട്സ് പ്രൊഡ്യൂസ്, ഗുഡ് ആക്ഷൻ വിൽ ബി ഗിവിംഗ് യു, ഗുഡ് റിസൾട്ട് വിൽ ബി എൻഡിങ് ഇൻ. ഒന്നുകൂടി പറയാം. ബാഡ് മൈൻഡ്, ബാഡ് തോട്ട്സ്, ബാഡ് ആക്ഷൻ, ബാഡ് റിസൾട്ട്. ഈ ബാഡ് റിവാർഡിനെ ഗുഡ് റിവാർഡ് ആക്കാൻ, ബാഡ് റിവാർഡിനെ ഗുഡ് റിവാർഡ് ആക്കാൻ മാറ്റം എവിടെയാ വരേണ്ടത്? മൈൻഡില്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടെല്ലിംഗ് യു. അവർ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ അവർ മൈൻഡ്. ഈ ജീവിതത്തില് ഏറ്റവും അധികം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും ചോദിക്കുന്നു എങ്കിൽ, റിയാക്ട് ചെയ്യുന്നു എങ്കിൽ, ആ റിയാക്ഷൻ പോസിറ്റീവ് ആയാലേ നമ്മളുടെ മനസ്സ് എങ്ങനെ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്ക് when we communicate with others, when we discuss with others, when we behave in presence of others, when we learn in presence of others, these are all demonstrating the attitude of your mind. നിങ്ങളുടെ മനസ്സ് സന്തുഷ്ടമാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം സന്തോഷപ്രദമായിരിക്കും. അപ്പൊ ഈ മനസ്സാണ് ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ശരിക്ക് മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക്, മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത് മനഃ എന്ന സംസ്കൃത വേർഡിൽ നിന്നാണ്. മനഃ, Sanskrit word from which man, English word has come. From man, the words manage, manager, managing, management, management science, മാനേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും ഉണ്ടായത് മാൻ എന്ന വാക്കിൽ നിന്നാണ്. മാൻ എന്ന വാക്കുണ്ടായത് മൈൻഡ്, മനഃ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. ഈ ലോകത്തില് നമ്മുടെ മനസ്സില് ഇച്ഛാശക്തി ഉണ്ടാവണം. ഏത് കാര്യം ചെയ്യാനും. ജനുവരി മാസം 12-ാം തീയതിയിലെ പ്രത്യേകത എന്താണ്? അത് ആരുടെ ബർത്ത്ഡേ ആണ്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കൊട്ടേഷൻ ഞാൻ പറഞ്ഞത് ഏതാണ്? ഒരു കൊട്ടേഷൻ പറഞ്ഞല്ലോ, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. അതേ കൊട്ടേഷൻ വേറെ രീതിയിൽ പറഞ്ഞല്ലോ, സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. അർത്ഥം മനസ്സിലായോ? അപ്പൊ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ യൂസ്ഫുൾ ലൈഫ്, അവർ ലൈഫ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ അവർ മൈൻഡ്, ബോഡി, ഫാമിലി. Our life should be purposeful also. Purposeful life. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, 1993-94 പീരീഡില് ഞാൻ കാനഡയിലുണ്ടായിരുന്നു. കാനഡയില്, അമേരിക്കയുടെ മുകളിൽ കാനഡ. അപ്പൊ 93 ഒരിക്കൽ ഞാൻ 1993 ഹ്യൂസ്റ്റണിൽ പോയിരുന്നു. ഹ്യൂസ്റ്റണിൽ പോയപ്പോ ഹ്യൂസ്റ്റണിലെ മുനിസിപ്പാലിറ്റി, അവിടെ മുനിസിപ്പൽ മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ആള് ഈ അടുത്ത കാലത്ത് എന്നോട് പറയായിരുന്നു, അന്ന് ഹ്യൂസ്റ്റണിൽ നമ്മൾ പങ്കെടുത്ത മുനിസിപ്പൽ മീറ്റിങ്ങിൽ നമുക്ക് ചായ തന്നത് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്, ബറാക് ഹുസൈൻ ഒബാമയാണ് നമുക്ക് ചായ തന്നത്. അപ്പൊ ആ മനുഷ്യൻ അന്ന് ഒരു കട്ടൻ ചായ കപ്പിൽ കൊടുത്തപ്പോ മുനിസിപ്പൽ കൗൺസിൽ മെമ്പർ ആയിരുന്നു അദ്ദേഹം. അപ്പോ ഒരു ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, അമേരിക്കൻ പ്രസിഡന്റ്, ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്,
ആ മനുഷ്യന് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഹി ഹാസ് ഡിസൈഡഡ് ദാറ്റ് ഹി വിൽ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക. ഒരു ശരിക്ക് കെനിയക്കാരനായ, കെനിയ ആഫ്രിക്കൻ കൺട്രിയിലെ ഒരു കൺട്രിയാണ് കെനിയ. ആ കെനിയക്കാരനായ ഒരാളുടെ മകന്റെ മകൻ, കെനിയയിലെ ഒരു കുക്ക്, പാചകക്കാരന്റെ മകന്റെ മകനാണ് ബറാക് ഹുസൈൻ ഒബാമ. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു കുക്കിന്റെ ഫാമിലിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയരാൻ സാധിച്ചു ഒബാമയ്ക്ക്. ഒരു ചായക്കടക്കാരന് അവിടെ നിന്നുയർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവാൻ സാധിച്ചു. 13 കുട്ടികളുള്ള ഒരു വീട്ടില്, വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ച ആൾക്ക് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ സാധിച്ചു. ഒരു 13 കുട്ടികളുള്ള ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യൻ പ്രസിഡന്റും ആവാൻ സാധിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരു ടാർജറ്റ് മുമ്പിൽ വെച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. എനിക്കത് സാധിക്കും, ആ നേട്ടം ഞാൻ ഉണ്ടാക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിലേ ആ